അജീഷ് ബ്രോ നമസ്കാരം. നമസ്കാരം. നിങ്ങൾ പ്രോപ്പർ സ്ഥലം എവിടെയാ? ഈങ്ങാപ്പുഴ, താമരശ്ശേരിക്കടുത്ത്. താമരശ്ശേരിയിൽ നിന്ന് ഇപ്പം എന്നെ കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോടേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം ബജാജ് പൾസർ എടുത്തതിന് ശേഷം വണ്ടീൻ്റെ കംപ്ലയിൻസ് അത് വേറെ ഉണ്ട്, നമ്മളൊന്നും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ബില്ലിൽ ഒരുപാട് ഉടായ്പാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ബജാജ് കമ്പനി അല്ല, ഡീലർ. ഏതായിരുന്നു ഡീലർ? അത് KVR, കോഴിക്കോടുള്ള KVR, ചക്കുറത്തുകുളം KVR ആണ് നിങ്ങളെ ബില്ലിൽ ഒരുപാട് പറ്റിച്ചിരിക്കുന്നത്. ഏകദേശം എത്ര രൂപേന്റെ ഉടായ്പാണ് കാണിച്ചിരിക്കുന്നത്? 15,000 രൂപയുടെ. 15,000. ഓക്കെ. അതേപോലെ എക്സ്ഷോറൂം പ്രൈസിൽ ഉള്ള ഡിഫറൻസ് എത്രയാ? അത് 8,000-ന്റെ മുകളിലുണ്ട്. വണ്ടി എടുത്തത് എന്നാ? അത് ഒക്ടോബറിലാണ്, 2024. ഇപ്പൊ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? 3,500 കിലോമീറ്റർ ആണ് ഓടിയത്. ഓക്കെ. ഇതിന്റെ എക്സ്ഷോറൂം വില എത്രയാ? എക്സ്ഷോറൂം വില KVR നമ്മളോട് വാങ്ങിച്ചത് 1,56,575 രൂപയാണ്. ഓക്കെ. ശരിക്കും ഇതിന്റെ ബജാജിന്റെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 1,48,365 ഒഫീഷ്യൽ ആയിട്ടുള്ള റേറ്റ്. അപ്പൊ എത്ര കൂടുതലാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത്? ഒരു 8,000-ന്റെ മുകളിൽ നമ്മളോട് വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചില്ല ഇവരടുത്ത്? നമ്മൾ അവരോട് ചോദിച്ചാണ്, ഇവിടുത്തെ റേറ്റ് ഇതാണ്. എങ്ങനെ? ഇവിടുത്തെ റേറ്റ് ഇതാണെന്നാണ് നമ്മളോട് പറഞ്ഞത്, എക്സ്ഷോറൂം റേറ്റ്. അപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇതേ വണ്ടി എടുത്തിട്ടുണ്ടോ? ഇതേ വണ്ടി സുഹൃത്തുക്കളെ എടുത്തിട്ടില്ല. അല്ല, നിങ്ങൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ കൂടുതലായിട്ട് റേറ്റ് വാങ്ങുന്നുണ്ടെന്നുള്ള ഒരു അറിവ് മുന്നേ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് അതിന്റെ എക്സ്ഷോറൂം പ്രൈസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യില്ലേ? എക്സ്ഷോറൂം റേറ്റ് ചെക്ക് ചെയ്യും. വെബ്സൈറ്റിൽ ഓൾറെഡി ബജാജ് എല്ലാ വണ്ടീൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ അത് കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് ഡൽഹിയിലെ റേറ്റ് ആണ്, അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിലെ റേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് അങ്ങ് വീടിക്കും. പിന്നെ ഓരോ സ്റ്റേറ്റിനും ഒറ്റ റേറ്റേ ഉള്ളൂ. കേരളത്തിൽ എവിടെ ആയാലും ഒരേ റേറ്റേ ഉള്ളൂ. അപ്പോൾ ഡൽഹിനേക്കാളും ഒരു കൂടിപ്പോയാൽ 500 രൂപ അല്ലെങ്കിൽ 350 രൂപ അത്രയ്ക്ക് റേറ്റേ കൂടുതൽ വരുള്ളൂ. ഓക്കെ. അപ്പം ഞാനിവരോട് പറഞ്ഞു, ഇങ്ങനെയാണ്, ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്യും, എനിക്ക് ബില്ലും വേണം, ടാക്സ് ബില്ലും വേണം, കൊട്ടേഷൻ വേണം എന്ന് പറഞ്ഞു. ഇതിന് ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പലരോടും ചോദിച്ചപ്പോൾ ആർക്കും ഇവർ ബില്ല് കൊടുത്തിട്ടില്ല. കമ്പ്യൂട്ടർ ബില്ല്, ടാക്സ് ബില്ല് കൊടുത്തിട്ടേ ഇല്ല. പിന്നെ വണ്ടീൻ്റെ ബില്ലും അവർക്ക് കൊടുക്കില്ല. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്ര കൂടുതൽ വാങ്ങിച്ചു വരും? ഒരു 15-ന്റെ മുകളിലുണ്ട്. 15,000-ന്റെ കൂടുതൽ? കൂടുതൽ. ഈ എക്സ്ഷോറൂം പ്രൈസിൽ നിങ്ങൾ പറഞ്ഞ വ്യത്യാസം 8,000 രൂപയാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് വണ്ടീന്റെ മൊത്തം ഏകദേശം 15,000 രൂപയുടെ ഡിഫറൻസ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി 7,000 എന്താ സംഭവം? ബാക്കി 7,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾക്കായിട്ടാണ് സെപ്പറേറ്റ് കുറെ കൂടുതൽ എടുത്തിട്ടുള്ളത്. അതിന്റെ എന്തെങ്കിലും ബില്ല് കയ്യിലുണ്ട്? അതൊന്ന് കാണിക്കാൻ പറ്റാം. ഇതെന്താ ബില്ല്? ഇത് റോഡ് ടാക്സ് എന്ന് പറഞ്ഞ് അവർ കൊട്ടേഷൻ തന്നതാണ്, 24,530 രൂപ എന്ന് പറഞ്ഞത്. ഓക്കെ. ശരിക്കും ഇവർ 1,56-ന് എക്സ്ഷോറൂം റേറ്റിന്റെ ടാക്സ് ആണ് എഴുതി തന്നിരിക്കുന്നത്. ഓക്കെ. എന്നിട്ട് ഇവർ RT ഓഫീസിൽ അടച്ചിരിക്കുന്നത് 1,54 സംതിങ്ങിനുള്ള ടാക്സ് ആണ് അടച്ചത്. ഓക്കെ. ശരിക്കും നമ്മൾ 1,48-ന്റെ വണ്ടിക്കാണ് 1,54-ന് ടാക്സ് അടച്ചിരിക്കുന്നത്. അപ്പോൾ ടാക്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു 1,570 രൂപയുടെ വ്യത്യാസം തന്നെ ഉണ്ട്. നോട്ട് ചെയ്ത് വെച്ചത്. പിന്നെ ഒന്ന് ഇതിൽ പറയാനുള്ളത്, ഓൾറെഡി 5 വർഷം വാറണ്ടി ഉള്ള വണ്ടിക്ക് അവർ അഡീഷണൽ വാറണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു 1,500 രൂപയും കൂടി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ. ഓൾറെഡി ബജാജ് 5 വർഷം അല്ലെങ്കിൽ 75,000 കിലോമീറ്റർ വണ്ടിക്ക് വാറണ്ടി കൊടുക്കുന്നതാണ്. ഓക്കെ. ആ വണ്ടിക്കാണ് 1,500 രൂപയും കൂടെ വാങ്ങിച്ചിട്ട് നമ്മളോട് 2+3 എന്ന് പറഞ്ഞ അഡീഷണൽ വാറണ്ടി എന്ന് പറഞ്ഞിട്ട് 1,500 രൂപ വാങ്ങുന്നത്. പിന്നെ നമ്മളോട് വാങ്ങുന്ന HSRP നമ്പർ പ്ലേറ്റിന് 1,000 രൂപയാണ് വാങ്ങിക്കുന്നത്. അത് ശരിക്കും മാർക്കറ്റിലൊക്കെ വരുന്നത് 300 to 400 രൂപ വരുന്നുള്ളൂ. ഇവർ നമ്മളോട് 600 രൂപയാണ് അധികമായിട്ട് വാങ്ങിക്കുന്നത്. ഓക്കെ. ഇത് 15,000 രൂപ എങ്ങനെ വന്നു എന്നുള്ളതിന് പ്രൂഫായിട്ട് ബജാജിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഏരിയ മാനേജർ എനിക്ക് നോയൽ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് മെയിൽ ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ വണ്ടീൻ്റെ എക്സ്ഷോറൂം റേറ്റും ബാക്കിയുള്ള ടാക്സും ഇൻഷുറൻസും അടക്കമുള്ള പ്രൈസ് എൻ്റെ പ്രൂഫായിട്ട് എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ ഫോണിൽ സംസാരിച്ച സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് കാശ് അവർ റീഫണ്ടായിട്ട് തന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? കാശ് കിട്ടുള്ളൂ, ഒരു 7,000-ഓളം. നമ്മളിപ്പോൾ പോയി ചോദിച്ചപ്പോൾ അവർ കാശ് തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തത് തെറ്റാണെന്ന് അവർ സമ്മതിക്കല്ലേ? അത് അവർ തെറ്റാണെന്ന് അവർക്ക് അറിയാം. എന്നാൽ അവർ പറയുന്നത് ഞങ്ങൾ ഇത്രയും വലിയ ഷോറൂം റൺ ചെയ്ത് പോകാനും ഇവിടുത്തെ സ്റ്റാഫിന് ക്യാഷ്, അതായത് ശമ്പളം കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള രീതിയിലും എന്നോട് പറഞ്ഞത്. അതേപോലെ തന്നെ ഞാൻ GM-നെ കണ്ടിരുന്നു. GM-നോട് സംസാരിച്ച് കഴിഞ്ഞപ്പം പുള്ളി ഒരു ഷോറൂമിലെ GM എന്ന രീതിയിൽ, GM ആണെന്ന് എനിക്ക് തോന്നുന്നത്, മക്ബൂൽ എന്നാണ് പേര്. കസ്റ്റമറോട് സംസാരിക്കുന്ന രീതിയിലല്ല പുള്ളി സംസാരിച്ചത്. ഓക്കെ. ഞാൻ ഒഫീഷ്യൽ നമ്പറായ ബജാജിൻ്റെ നമ്പർ കുറിച്ച് സംസാരിച്ചിട്ട് ഇതാണ് റേറ്റ് എന്ന് പറഞ്ഞ് നീ എങ്ങനെ തെളിയിക്കുന്നു
എന്നോട് ചോദിച്ചു. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒഫീഷ്യൽ നമ്പറാണ് ബജാജിൻ്റെ. അപ്പോൾ അതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പുള്ളിക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അവിടെ നിർത്തി. അതിനു മുമ്പ് നമ്മളോട് പറഞ്ഞത് പിന്നെ ഞങ്ങൾ ഈ കൂടുതൽ വാങ്ങിക്കുന്നത് ഞങ്ങൾ കുറേ ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ടല്ലല്ലോ മറ്റുള്ളവർക്ക് ചാരിറ്റി ചെയ്യേണ്ടത്. ഏജൻസിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടും അവിടുന്ന് വണ്ടി വാങ്ങുന്ന കസ്റ്റമേഴ്സിന് അല്ലേ അതെ ശരിക്കും പറയുകയാണെങ്കിൽ വഞ്ചിച്ചുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് NS 160 ആണ് പൾസർ. അപ്പോൾ ഈ ഒരു ലെവലുള്ള വണ്ടിക്ക് ഇത്രയും റേറ്റ്. അപ്പോൾ വണ്ടീൻ്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് പറ്റിക്കുന്ന തുകയും കൂടിക്കൊണ്ടിരിക്കും. ഞാൻ ആദ്യം തന്നെ ബജാജിന് കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ബജാജിൽ നിന്ന് അവർ വിളിച്ചിട്ട് നിങ്ങൾ KVR-ആയിട്ടാണ് സംസാരിക്കേണ്ടത്, അവരാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സംസാരിച്ചത് ആദ്യം മെക്ബൂലായിട്ട് GM-ആണെന്ന് തോന്നുന്നു, GM-ആയിട്ടാണ് സംസാരിച്ച് ഒരു പരിഹാരം കിട്ടില്ല. പിന്നെ KVR-ന്റെ CEO ഉണ്ട് സുനിൽ സാർ. പുള്ളി നമ്മളോട് നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. നമുക്ക് വേണ്ട പോലെ നോക്കിയിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഒരു റെസ്പോൺസും കണ്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാനും നിന്നില്ല. KVR-കാര് പിന്നെ ബജാജുമായിട്ട് ഒരു ടൈപ്പ് ഉള്ള രീതിയിലാണ് പോകുന്നത്. അതായത് ഏജൻസി വില കൂട്ടി വിൽക്കുന്ന കാര്യം കമ്പനിക്ക് അറിയാം. ഇപ്പൊ ഇത്രയും സെയിലുള്ള ഒരു ഷോറൂം ആയതുകൊണ്ട് അവരെ ആക്ഷൻ എടുക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ പ്രത്യേക ഒരു പിന്നെ പ്രൈസ് ലിസ്റ്റ് ആണ് KVR-ന്റെ പേരിലുള്ളത്. അവർക്ക് തന്നെ ഒരു പ്രൈസ് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പം ഇതേപോലെ ബില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ബജാജിന്റെ കസ്റ്റമേഴ്സ് ഇതുവരെ വണ്ടി എടുത്ത കസ്റ്റമേഴ്സ് അവിടെ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടിയ പോലെ തന്നെ കാശ് തിരിച്ച് കിട്ടണം. ആ കാശ് തിരിച്ച് കിട്ടണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ടാക്സ് ബില്ല് കൊടുക്കാറില്ല. അതുള്ളവരെ നമ്മൾ കൊണ്ട് ഒരു തെളിവായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ക്യാഷ് അടച്ചതിന്റെ ഒരു കമ്പ്യൂട്ടർ ബില്ല് മാത്രമേ കൊടുക്കുള്ളൂ. ടാക്സ് ബില്ല് അല്ലാണ്ട് നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ. വണ്ടിക്ക് എത്ര റേറ്റ് ഉണ്ടെന്നുള്ള അറിയില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ ബില്ല് എങ്ങനെ കിട്ടി? ഈ ബില്ല് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. ചോദിച്ചു പഠിച്ചതല്ലേ? അതോടൊപ്പം കൊട്ടേഷൻ വാങ്ങിയിട്ടുണ്ട്. കൊട്ടേഷൻ വാങ്ങിയാലേ നമുക്ക് ഫുൾ റേറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ ബില്ല് നമുക്ക് തരുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോറൂം റേറ്റിന്റെ ബില്ല് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഈ കൊട്ടേഷൻ വാങ്ങിയാലാണ് ബാക്കി എന്തൊക്കെ ഈടാക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എവിടെയും തീരുമാനം ആയില്ല എന്ന് കണ്ടുകൊണ്ട് ഞാൻ കൺസ്യൂമർ കോർട്ടിൽ പോകാനുള്ള തീരുമാനത്തിലാണ് അടുത്ത് തന്നെ. അപ്പോൾ നമുക്ക് വേറെ ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്. അപ്പോൾ എത്രയോ കസ്റ്റമേഴ്സിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് ഒരു വർഷം പറ്റിച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കില്ലേ, ഈ ബജാജിനെ വിശ്വസിച്ച് അവരുടെ അടുത്ത് നിന്ന് വണ്ടി വാങ്ങുന്ന പാവപ്പെട്ട കസ്റ്റമേഴ്സിനെ അവരെന്നെ എങ്ങനെ ചതിക്കാന്ന് പറയുമ്പോൾ ബജാജ് ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അവരുടെ ബൈലോ പ്രകാരമുള്ള നിയമം തെറ്റിച്ചിട്ട് പോലും അവർ ആക്ഷൻ എടുക്കുന്നില്ല. ഞാൻ എത്രയോ പ്രാവശ്യം വിളിച്ച് ബജാജിന് കംപ്ലൈന്റ് ചെയ്തു, എന്നിട്ട് അവർ ഒരു ആക്ഷൻ എടുക്കുന്നില്ല. പക്ഷെ വണ്ടി എടുക്കാൻ പോകുന്നവർ തീർച്ചയായിട്ടും നമ്മളുടെ ഈ വീഡിയോ കണ്ടാൽ ശ്രദ്ധിക്കും. പക്ഷെ വണ്ടി എടുത്ത് കുടുങ്ങിയവരെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നിങ്ങൾക്ക് കാശ് തിരിച്ചു കിട്ടി, പക്ഷെ ബാക്കിയുള്ളവർക്ക് കാശ് തിരിച്ചു കിട്ടണമല്ലോ. അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കാശ് തിരിച്ചു കിട്ടുക പറഞ്ഞാൽ നമ്മൾ അതിന്റെ പുറകെ നടന്നിട്ട് ഫുൾ പൈസ കിട്ടിയിട്ടില്ല. ഒരു 7,000-ഓളം രൂപയാണ് കിട്ടിയത്. അപ്പൊ ഇനിയുള്ളവർക്ക് ഇത് നഷ്ടപ്പെട്ടവർക്ക് ബില്ല് കയ്യിലുണ്ടെങ്കിൽ ആ സമയത്ത് വണ്ടി എത്ര രൂപയ്ക്കാണ് എക്സ്ഷോറൂം റേറ്റിന് വിറ്റുകൊണ്ടിരുന്നത് വണ്ടി എടുക്കുന്ന ടൈമിൽ, ഇപ്പൊ വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ച് വില കൂടുന്നു, അല്ലെ മാസം കൂടുന്നതിനനുസരിച്ച് വില കൂടുന്നുണ്ട്. ഞാൻ എടുത്തപ്പോൾ ഉള്ള വിലയല്ല ഇപ്പം 150-ന്റെ മുകളിൽ വന്നിട്ടുണ്ട് എക്സ്ഷോറൂം റേറ്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള. അപ്പം നമ്മൾ ബില്ലും നമ്മൾ ആദ്യം കൊട്ടേഷൻ ചോദിച്ചു വാങ്ങണം, അതിനുശേഷം ടാക്സ് ബില്ലും വാങ്ങണം. ഇനി എടുക്കാനുള്ളവരോട് പറയാനുള്ളത്, ഇങ്ങനെ ആളെ പറ്റിക്കുന്ന കാര്യത്തിന് നമ്മളൊരു പരിഹാരം ഉണ്ടാക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ വിവരം അറിയണമെങ്കിൽ ഞാനുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. കോൺടാക്ട് നമ്പർ നിങ്ങളെ നമ്പർ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ. അപ്പോൾ അജീഷ് ബ്രോ, നിങ്ങൾ ഇത്രയും ദൂരം വന്ന് എല്ലാ കാര്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. നമുക്ക് ഇനി കാണാം. ഓക്കെ.